എല്ലാവർക്കും ഈ ഒരു ഭാഗത്തേക്ക് സ്വാഗതം. നമ്മൾ പ്രപ്പോസിഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സോടുകൂടി പ്രപ്പോസിഷൻ കംപ്ലീറ്റ് അവസാനിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ടോപ്പിക്കാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, തുടങ്ങാം. അപ്പം നമ്മൾ വിത്ത് വരെയുള്ള പ്രപ്പോസിഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? എന്നാൽ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്താ കടന്നു വരിക? ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അല്ലേ? ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി, അങ്ങനെയല്ലേ മനസ്സിലേക്ക് വരുന്നത്? വേണ്ടി. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. സത്യത്തിൽ ഫോറിൻ്റെ അർത്ഥം എന്താണ്? ഈ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കിയേ, ഇറ്റ്സ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. യഥാർത്ഥത്തിൽ ഇവിടെ ബുക്ക് ഫോർ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ വേണ്ടി എന്ന അർത്ഥം തന്നെയാണ് ഇവിടെ സത്യത്തിലുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ വി യൂസ് ഫോർ ടു ഷോ ഹൂ ഈസ് ഇന്റൻഡഡ് ടു ഹാവ്. ഇന്നയാൾക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോർ ഉപയോഗിക്കുന്നത് അല്ലേ? അനിത എന്താ പറഞ്ഞത്? നെറ്റ്വർക്ക് കുറവാണ്, ലൈവ് കാണാൻ പറ്റാറില്ല എന്ന്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ലൈവില്ലെങ്കിൽ റെക്കോർഡ് കാണാം. ലൈവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷം. ഓക്കെ, റെക്കോർഡ് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തു. നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുവിധം എല്ലാവരും തന്നെ ക്ലാസ് കാണാത്തവരായിട്ട് അങ്ങനെ ആരും ഇല്ല, അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ. ഒരുവിധം എല്ലാവരും ഈ കോഴ്സ് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ റെക്കോർഡറാണ് കാണുന്നത് കൂടുതൽ ആൾക്കാർ. എല്ലാവരും ലൈവിൽ തന്നെ വരാൻ വേണ്ടി നോക്കുക കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ ഈ ലൈവിൽ ആളെ കാണാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളൊന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ബാക്ക് എൻഡ് ചെക്ക് ചെയ്ത് അപ്പോൾ മനസ്സിലായത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ലൈവിലാണ് വരാത്തത്. ഓക്കെ, അപ്പോൾ വേണ്ടി എന്ന അർത്ഥത്തിൽ ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു, ദീസ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ എസ്. അല്ലെ, ഞങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടി, ഫോർ ഹിം അവന് വേണ്ടി, അങ്ങനെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ വെറുതെ കുറേ സമയം കളയുന്നില്ല. ഇനി നമുക്ക് ഫോറിന്റെ നെക്സ്റ്റ് ഉപയോഗം, അടുത്ത ഉപയോഗം എന്താ നോക്കാം. വി യൂസ് ഫോർ ടു ഷോ പർപ്പസ് ഓർ ഫങ്ഷൻ. ഇന്ന കാര്യത്തിന് വേണ്ടി, ഇന്ന ആൾക്ക് വേണ്ടി എന്നല്ല, ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന അർത്ഥത്തിൽ നമ്മളിത് യൂസ് ചെയ്യുന്നു. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് നടക്കാൻ വേണ്ടി പോയാലോ? ദിസ് ടൂൾ ഈസ് ഫോർ പ്ലവിങ് സോയിൽ. മണ്ണ് കിളയ്ക്കാൻ വേണ്ടിയുള്ള ടൂളാണ്. അതുപോലെ ദിസ് മെഷീൻ ഈസ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ്. അടുത്തത് വി യൂസ് ഫോർ ടു ഡിനോട്ട് എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവ് പറയുന്ന സമയത്ത് ഇത്ര കാലമായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ ടെൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ സിൻസ് 10 years, 10 വർഷമായിട്ട്. അതുപോലെ ഹി ഹാസ് ബീൻ ഇൽ, അദ്ദേഹം അസുഖബാധിതനാണ്, ഫോർ 2 years, 2 വർഷമായിട്ട്. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് 6 months, കഴിഞ്ഞ 6 മാസമായിട്ട്. അപ്പൊ നമ്മൾ ഫോറും അതുപോലെ സിൻസും പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് ഓർമ്മയില്ല, സിൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈം. പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന സിൻസ് ആണെങ്കിൽ ഫോർ എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് PPs ആൻഡ് PVs പഠിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കേസ് എന്ന് പറയുന്നത്. PPs ആൻഡ് PVs പഠിക്കലാണ്. ഓക്കെ, എന്താ PPs ആൻഡ് PVs? നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് PPs ആൻഡ് PVs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ ഫോർ വെച്ചിട്ടുള്ള PPs ആൻഡ് PVs ആണ്. ഒന്ന് പാഷൻ ഫോർ. എന്തെങ്കിലും ഒരു കാര്യത്തോട് വല്ലാതെ പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പാഷൻ ഫോർ എന്ന് പറയും. അതുപോലെ ഹി ഹാസ് എ പാഷൻ ഫോർ സയൻസ് ഫിക്ഷൻ. അവന് സയൻസ് ഫിക്ഷനോട് ഒരു വല്ലാത്ത താല്പര്യമാണ്. കൺസേൺ ഫോർ, ഹീസ് കൺസേൺ ഫോർ ദ പുവർ ഈസ് ഓൺലി എ പോസ്. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, കൺസേൺ, അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത് ഒരു പോസ് മാത്രമാണ്. കൺസെന്റ് ഫോർ, ഹി ഗേവ് ഹിസ് കൺസെന്റ് ഫോർ ദ പ്രോജക്ട് ടു ഗെറ്റ് അണ്ടർവേ അല്ലേ? അപ്പൊ കൺസെന്റ് ഫോർ സമ്മതം. ഫേമസ് ഫോർ, അറിയപ്പെടുന്ന. ടേസ്റ്റ് ഫോർ, ഹി ഹാസ് എ ടേസ്റ്റ് ഫോർ. ടേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ പറയുന്ന പാഷൻ ഫോർ എന്ന് പറയുന്നതിന്റെ വേറൊരു പ്രയോഗം. ടേസ്റ്റ് ഫോർ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടേസ്റ്റ് ഇൻ എന്ന് പറയാം. ഹി ഹാസ് എ വെരി ഗുഡ് ടേസ്റ്റ് ഇൻ മ്യൂസിക്. ടേസ്റ്റ് ഫോറും ടേസ്റ്റ് ഇന്നും ഉപയോഗിക്കാം.
പിന്നെ ഗുഡ് ഫോർ. ശ്രദ്ധിക്കാം, നമ്മൾ ഗുഡറ്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തോട് പ്രത്യേകമായ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ഗുഡറ്റ്, എബിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം വേറെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഗുഡ് ടു, ഒന്ന് ഗുഡ് ഫോർ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഇത് രണ്ട് യൂസേജ്, ഉപയോഗത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്, യൂസേജിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗുഡ് ടും ഗുഡ് ഫോറും. ഓക്കെ, ഗുഡ് ടു എന്ന് പറയുന്നത് ഒരു വെർബ് ആണെങ്കിലും ഗുഡ് ഫോർ എന്ന് പറഞ്ഞാൽ നൗൺ ആണെങ്കിലും. അപ്പൊ ഇവിടെ ഗുഡ് ഫോർ പ്ലസ് നൗൺ. എക്സസൈസ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, ഹെൽത്ത് ഇസ് നൗൺ അല്ലേ? ഓക്കെ. അതേസമയം ഒരു വെർബായിരുന്നെങ്കിലോ, ഇപ്പൊ നമ്മൾ പറയാറുള്ളത് മിൽക്ക് അല്ലെ, മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. ഈ ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു വെർബാണ്, അപ്പോൾ ഗുഡ് ടു ഡ്രിങ്ക്. ഇനി സെർച്ച് ഫോർ, അസംബിൾഡ് ഫോർ, റെസ്പോൺസിബിൾ ഫോർ അല്ലെ, ഉത്തരവാദിത്തം ഉണ്ടാവും, റെസ്പോൺസിബിൾ ഫോർ. ആൻഡ് ലെഫ്റ്റ് ഫോർ, ലെഫ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ വിടുക, പോവുക, ഗോ എന്നർത്ഥം. ദേ ലെഫ്റ്റ് ഫോർ കൊച്ചിൻ, കൊച്ചിക്ക് വിട്ടു, അതായത് വെന്റ്. അപ്പൊ ലീവ് ഫോറിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ് ഫോർ, വിടുക, വിട്ടു. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ ആരവിടെ ഉള്ളത്? സ്റ്റേജിലുള്ള ഒരാളെ നമുക്ക് വിളിക്കാം. ലസീദ, ഒന്ന് മൈക്കോണൊക്കെ. എന്നിട്ട് ഈ ഫോർ വെച്ചുള്ള പി പിസ് ആൻഡ് പി വിസ് ഒന്ന് വായിക്കി. ഏതൊക്കെയാ? ലസീദ, ലസീദ ഇല്ല ഇവിടെ? ആ, മൈക്കോണാക്ക്. ഹലോ. ആ, ലസീദ കേൾക്കുന്നുണ്ടോ? ഹലോ. ആ, ലസീദ ഇതൊന്ന് വായിച്ചേ. ഏതൊക്കെയാ പി പിസ് ആൻഡ് പി വിസ്? സർ, എന്റെ ഫസ്റ്റ് ലൈവ് റെക്കോർഡാണേ. ആണോ? ലസീദ അപ്പൊ കോഴ്സ് തുടങ്ങുമ്പോ മുതൽ ഉണ്ടായിരുന്നില്ല? അല്ല, അത് എന്താന്ന് വെച്ചാലേ സർ, ഞാൻ വയ്യാതിരിക്കുകയാണേ. അപ്പൊ എനിക്ക് അതെ, ഞാന് പ്രഗ്നന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് മന്തിലോട്ട് എൻട്രി ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ സമയത്തും കേറാൻ പറ്റില്ല. സാറിന്റെ ഇംഗ്ലീഷ് കോഴ്സ് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കാത്തിരിക്കുന്നു. അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കൂട്ടോ റെക്കോർഡ് ക്ലാസ്സുകള്. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം. അത് സന്തോഷം. തീർച്ചയായിട്ടും. അതെ സർ, അത് പ്രീമേച്ചർ ആണെന്ന് തോന്നുന്നു. കാരണം ഡേറ്റ് 14 ആണ് ജൂലൈ. പക്ഷെ ചിലപ്പോ മുൻപ് പ്രതീക്ഷിക്കാന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അപ്പൊ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇരിക്കാനൊക്കെ. പക്ഷെ സാറിന്റെ നോട്ട് എന്റെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. തീർച്ചയായിട്ടും. അപ്പൊ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക പഠിക്കുന്നതിന്റെ കൂടെ തന്നെ. തീർച്ചയായിട്ടും സർ. ഞാൻ വായിച്ചോട്ടെ? വായിച്ചോളൂ. ഓക്കെ. പാഷൻ ഫോറിന്റെ അല്ലേ ഇപ്പൊ പറഞ്ഞ സാറ്? അതെ. പാഷൻ ഫോർ. He has a passion for science fiction. ഉദാഹരണം വേണ്ട, വേർഡ്സ് മാത്രം വായിച്ചു വെക്കോ. Okay. Concern for. Consent for. Okay. Famous for. Okay. Taste for. Okay. Tasting. Okay. Good for. Okay. ഈ ഗുഡ് ഫോർ അല്ലാതെ വേറെ രണ്ടും കൂടെ ഉണ്ടല്ലോ, അതേതാ? ഗുഡ് അറ്റും പിന്നെ ഗുഡ് പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഞാൻ മറന്നു. ഗുഡ് ടു. ഗുഡ് ടുയും ഗുഡ് ഫോറും നമ്മൾ യൂസേജ് പറയാനാ ഉപയോഗിക്കുക. ഹലോ. ഗുഡ് ടു അതുപോലെ ഗുഡ് ഫോർ യൂസേജ് പറയാനല്ലോ ഉപയോഗിക്കുക. അതെ. അപ്പൊ എബിലിറ്റി പറയാനോ? എബിലിറ്റി ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഗുഡ് അറ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുത്താൽ മതി. നോ പ്രോബ്ലം. ഓക്കെ. എന്നാ ഞാൻ അടുത്ത വായിക്കും. ഓക്കെ. സെർച്ച് ഫോർ. അസംബിൾഡ് ഫോർ. റെസ്പോൺസിബിൾ ഫോർ. ലെഫ്റ്റ് ഫോർ. അതായത് ഹീസ് ഗുഡ് അറ്റ് ഡ്രോയിങ്, അതാണ് ഉദ്ദേശിച്ചത്. ഹീസ് ഗുഡ് അറ്റ് എന്ന് പറയുമ്പോൾ എബിലിറ്റി, ആ ഒരു കഴിവ് അയാൾക്കുണ്ട്. ഓക്കെ. ഓർമ്മയുണ്ട് എനിക്ക്. സാർ പഠിപ്പിച്ചത് എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും സന്തോഷം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ജസീന ഒന്ന് സ്റ്റേജിലേക്ക് വാ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമാണല്ലേ. ഈ അത്രയും എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും ക്ലാസ്സിനെ മുടങ്ങാതെ ലൈവിലേക്കൊക്കെ വരിക, അല്ല പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 9-8 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട സമയം. അപ്പോഴും പഠനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട്
പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ലസീദയ്ക്ക് അറിയിച്ചുകൊണ്ട് നമ്മളത് വീണ്ടും തുടരുന്നു. ജസീന, ഈ ചോദ്യം ഒന്ന് വായിച്ചേ. Rani's father did not consent for her marriage to a shopkeeper. Consent for. Yes. അതൊരു PPN/PV ആണ് അല്ലേ? കൺസെന്റ് ഫോർ എന്ന് പറയുന്നത്. യെസ്. അടുത്തത്, യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ആസ് യുവർ കണ്ടക്ട്. റെസ്പോൺസിബിൾ ഫോർ. റെസ്പോൺസിബിൾ ഫോർ അല്ല, റെസ്പോൺസിബിൾ കണ്ട റെസ്പോൺസിബിൾ ഫോർ. അടുത്തത് അടുത്ത വായിച്ച് പറഞ്ഞേ. മോസ്റ്റ് ഓഫ് ദി ഫിലിം സ്റ്റാർസ് ഹാവ് എ പാഷൻ ഫോർ ഫാഷൻ. പാഷൻ കണ്ട ഫോർ അല്ലേ? അതെ, പാഷൻ ഫോർ ഫാഷൻ. യെസ്. അടുത്തത്, ഓയിലി ഗുഡ് ഫോർ ബേൺസ്. ഓയിൽ ഈസ് ഗുഡ് ഡാഷ് ബേൺസ്. ബേൺസ് എന്ന് പറഞ്ഞാൽ പൊള്ളലാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ പൊള്ളൽ എന്ന് പറയുമ്പോൾ നൗണാണ് അല്ലേ? സാധാരണ നമ്മള് ഗുഡ് ഫോറും ഗുഡ് ടു ആണ് നമ്മൾ യൂസേജ് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം, ഉപയോഗം. ഓക്കെ. എന്നാൽ എബിലിറ്റി പറയാൻ ഗുഡ് അറ്റ് എബിലിറ്റി. അപ്പൊ ഇവിടെ യൂസേജ് ആണ്. ഈ യൂസേജിന് രണ്ടിലും ഏതാന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. 4 ആണോ 2 ആണോ? നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ബേൺസ് ഒരു നൗൺ ആയതുകൊണ്ട് ഗുഡ് ഫോർ അല്ലേ? അതെ. ഓക്കെ, ഗുഡ് ഫോർ. യെസ്. പലരും ഇത് ഗുഡ് ടു ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഈ ബേൺ എന്ന് കണ്ടപ്പോൾ വെർബാന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ബേൺസ് പൊള്ളൽ. ഇനി അടുത്തത്, കേരള ഈസ് ഫേമസ് ഡാഷ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സീനറി. ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സീനറി. എന്താണ് PV? എന്താ ഫേമസ് ഫോർ? ഫേമസ് ഫോർ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത വേർഡിലേക്ക് കടക്കാണ്. ഇനി അടുത്തത് ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തിൻ്റെയെങ്കിലും ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. Into is used to mention to a position in or inside something. അതായത് ഉള്ളിലേക്ക്, അകത്തേക്ക് എന്നർത്ഥം. Come into the house. വീടിന്റെ ഉള്ളിലേക്ക്, വീടിനകത്തേക്ക് വരൂ. She dived into the water. അവൾ dived, ചാടി, വെള്ളത്തിലേക്ക് ചാടി. He threw the letter into the fire. ഇവിടെ into ഇതിന്റെ അടിയിൽ പോയിരിക്കുകയാണ്. Into the fire, തീയിലേക്ക് എറിഞ്ഞു. പിന്നെ she dived into the water. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇൻഡു എന്ന് പറഞ്ഞ സംഗതി നമ്മൾ പഠിച്ചു. ഇൻഡു എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഉള്ളിലേക്ക്. അപ്പോൾ PPs and PVs നോക്കാം. ഇൻഡു വെച്ചുകൊണ്ടുള്ള PPs and PVs നോക്കാം. ഗെറ്റ് into trouble. ഓക്കെ, ഗെറ്റ് into trouble. പ്രണവേ, സ്റ്റേജിലേക്ക് വന്നേ. ഗെറ്റ് into trouble എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടുപോവുക. He got into trouble for not doing his homework. Pry into എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. ഷീ ലൈക്സ് ടു പ്രൈ ഇൻ ടു പ്രൈവറ്റ് അഫയേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ എത്തി നോക്കാൻ മൂപ്പർക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. ഓക്കെ, ഓക്കെ. ബ്രീഡ് ഇൻ ടു, ഗുഡ് മാനേഴ്സ് വർ ബ്രെഡ് ഇൻ ടു ദ ബോയ് ബൈ ഹിസ് പാരൻസ്. ബ്രെഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ, ബ്രീഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക, നല്ല മാനേഴ്സ് വളർത്തിയെടുക്കുക. അപ്പോൾ അവനിൽ, ആ ബോയില് പാരൻസിനാൽ നല്ല ശീലങ്ങൾ, ഗുഡ് മാനേഴ്സ്. ബ്രെഡ് ഇൻ ടു, ബ്രീഡിന്റെ പാസ്റ്റ് ബ്രെഡ് ഇൻ ടു, വളർത്തിയെടുത്തു. ബുളി ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കുക. ഹി വാസ് ബുളീഡ് ഇൻറ്റു കട്ടിങ് ദ ഫയർവുഡ് കട്ട് ചെയ്തതിന് പേടിപ്പിക്കപ്പെട്ടു. കാർവ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ കൊത്തുക. ദ സ്റ്റോൺ ഹാഡ് ബീൻ കാർവ്ഡ് ഇൻറ്റു ദ ഷേപ്പ് ഓഫ് ഡോഗ്. ഒരിക്കൽ കൂടി, ഗെറ്റ് ഇൻറ്റു, പ്രൈ ഇൻറ്റു, ബ്രീഡ് ഇൻറ്റു, ബുളി ഇൻറ്റു, കാർവ് ഇൻറ്റു. ഓക്കെ, പ്രണവേ ഒന്ന് വായിക്കുക. ഏതൊക്കെ PPs and PVs? ഗെറ്റ് ഇൻറ്റു, കേൾക്കാം, ഇപ്പൊ കേൾക്കാം, വായിച്ചോളൂ. ഗെറ്റ് ഇൻറ്റു, പ്രൈ ഇൻറ്റു, ബ്രീഡ് ഇൻറ്റു. Get into trouble. Sir, get into room പറയാൻ പറ്റുമോ? Get into the room, ഉള്ളിലേക്ക്. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ലെഫ്റ്റ് ഫോർ എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ലീവ് ഫോർ എന്ന് പറയാൻ കുഴപ്പമില്ലല്ലോ? ലീവ് ഫോറിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ് ഫോർ. ഓക്കെ, ഐ വിൽ ലീവ് ഫോർ
കൊച്ചി, ഞാൻ കൊച്ചിക്ക് പോകും. ഞാൻ പോയി, ഇന്നലെ പോയി. ഐ ലെഫ്റ്റ് ഫോർ കൊച്ചി, ഞാൻ ഇന്നലെ വിട്ടു, കൊച്ചിക്ക് വിട്ടു. ഓക്കെ, കൊച്ചിയിലേക്ക് ടു ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? ലെഫ്റ്റ് പറ്റൂല. ലെഫ്റ്റ് ഫോർ, ലെഫ്റ്റ് ടു കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അട്ടാ, ടൂവിന് പകരം ഫോർ ഉപയോഗിക്കണം. ലെഫ്റ്റ് ഫോർ അട്ടാ. അതാണ് അതിന്റെ ഗ്രാമർ. അതുകൊണ്ടാണ് അത് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. ലെഫ്റ്റ് ടു ആണ് എല്ലാവരും എഴുതുക. ഐ ലെഫ്റ്റ് ടു കൊച്ചിൻ, ഐ ലെഫ്റ്റ് ഫോർ കൊച്ചിൻ ആണ് ശരി. ഓക്കെ, അടുത്തത് ഇപ്പൊ പ്രൈ ഇൻറ്റു കഴിഞ്ഞ് പിന്നെ ബ്രീഡ് ഇൻറ്റു പിന്നെ ബുള്ളി ഇൻറ്റു പിന്നെ കാർ ഇൻറ്റു അല്ലേ? ഓക്കെ, താങ്ക് യു. എന്ന് അവിടെ നിന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞേ, ചോദ്യം വായിച്ചിട്ട്. The man jumped into the pond. The man jumped into the pond അല്ലേ? അതിന്റെ അർത്ഥം എന്താ? കുളത്തിലേക്ക് ചാടി. അടുത്ത ചോദ്യം, ഡോണ്ട് പ്രൈ ഡാഷ് അതർ പീപ്പിൾസ് സീക്രട്സ്. പ്രൈ ഇൻറ്റു 2015 ചോദ്യമാണ്. പ്രൈ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഇടപെടുക, എത്തി നോക്കുക. ഓക്കെ, എത്തി നോക്കുക. പ്രൈ ഇൻറ്റു വേറൊരു വേർഡ് ഉണ്ട്, എന്താ? പീപ്പ് ഇൻറ്റു. പ്രൈ ഇൻറ്റു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത വേർഡിലേക്ക് വരാം. അവിടെ തന്നെ നിന്നോട്ടോ. ഓക്കെ, സ്റ്റേജിൽ പോണ്ട. യെസ്, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. ഇടയിൽ. ജഷീന, ലസീദ, ഇടയിൽ എന്നതിന് 2 വാക്കുണ്ട് ഇംഗ്ലീഷിൽ, പറയാമോ? ഹലോ, ഇടയിൽ എന്നതിന് 2 വാക്ക്. അതന്നെ. വെരി ഗുഡ്. താങ്ക് യു. യമങ് അതുപോലെ ബിറ്റ്വീൻ, രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, ഇടയിൽ. അപ്പോ പ്രണവേ, 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാർക്ക് ഇടയിൽ എന്ന് പറയാൻ നമ്മൾ പൊതുവെ ഏതാ യൂസ് ചെയ്യാ? ബിറ്റ്വീൻ. തീർച്ചയായിട്ടും ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ എമങ് അവിടെ ഉപയോഗിക്കുക പൊതുവായി പറയുമ്പോൾ കുറെ ആൾക്കാർക്കിടയിൽ അല്ലേ? രണ്ടിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും യമങ് പറയും. അതാണ് അതിന്റെ ഒരു പൊതുവായ റൂള്. ഓക്കെ, കുറെ ഉണ്ടെങ്കിൽ യമങ്, 2 ആണെങ്കിൽ ബിറ്റ്വീൻ. ഇതെല്ലാവർക്കും അറിയാം, ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പരീക്ഷാങ്കിലൂടെ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ റൂള് പ്രകാരം പ്രണവ് ഇരുന്നു, സാറ്റ് ഡാഷ് ആരൊക്കെയാ? രാജു ആൻഡ് റഹീം. ഇവിടെ എന്താ വരിക? ബിറ്റ്വീൻ. എന്തുകൊണ്ടാ ബിറ്റ്വീൻ വന്നത്? 2 പേര് ഇടയിൽ, 2 പേർക്കിടയിൽ. ഓക്കെ, 2 പേര്. എന്നാ പ്രണവ് സാറ്റ് ഡാഷ് ബോയ്സ്, ആൺകുട്ടികൾക്കിടയിലിരുന്നു, യമങ്. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്. പ്രണവ് സാറ്റ് ഡാഷ് രാജു റഹീം ആൻഡ് രോഹൻ. ബിറ്റ്വീൻ വരും. നമ്മളിവിടെ റൂള് പ്രകാരം 3 പേരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചെന്താ, 2 ആളിൽ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ വേണ്ടത്? യമങ് അല്ലേ? യമങ് രാജു ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് തെറ്റാണ്, ബിറ്റ്വീനാ വേണ്ടത്. 2 ആളിൽ കൂടുതലുണ്ട്, പക്ഷെ എന്തുണ്ട് ഇവിടെ? ഒരു ആൻഡ് ഉണ്ട്, കണ്ടോ? ബിറ്റ്വീൻ ആൻഡ് എന്നാണ്. ആൻഡ് കണ്ട ഒന്നും നോക്കണ്ട, ഏതായിരിക്കും? ബിറ്റ്വീൻ ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പേരെടുത്ത് പറയുകയാണെങ്കിൽ, പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞാൽ 100 പേരുണ്ടെന്ന് വിചാരിക്കാം. 99 ആളെ പേര് പറഞ്ഞ് 100ാമത്തെ ആളെ പേര് പറഞ്ഞതിന് നമ്മൾ ആൻഡ് എന്ന് ഉപയോഗിക്കൂലേ? ആൻഡ്
അതായത് 100 പേരിന്റെയും പേര് 100 എണ്ണം ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ ആണ്. മനസ്സിലായ പ്രണവേ? അതേപോലെ ഒരു സംഖ്യ പറഞ്ഞാലും, അതായത് പ്രണവ് സാറ്റ് ഡാഷ് 10 boys. നേരത്തെ ബോയ്സ് എന്ന് പറഞ്ഞു, അപ്പൊ എമംഗ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ 10 ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബിറ്റ്വീൻ ആയിരിക്കും. മനസ്സിലായോ? ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്, താങ്ക് യു. ഇനി നമുക്ക് ഇതിന്റെ റൂൾസിലൊന്നും പഠിക്കാം. വി യൂസ് ബിറ്റ്വീൻ ടു റെഫർ ടു തിങ്സ് വിച്ച് ആർ ക്ലിയർലി സെപ്പറേറ്റഡ്. രണ്ട് വ്യക്തികൾക്കോ രണ്ട് വസ്തുക്കൾക്കോ ഇടയിൽ എന്ന അർത്ഥത്തിൽ സാധാരണ ഉപയോഗിക്കുന്നു. Our house is between the mountains and the sea. They lived in India between 1998 and 2015. അപ്പൊ രണ്ട് വസ്തുക്കൾക്കിടയിൽ, അത് വസ്തുവാവാം എന്തെങ്കിലാവാം, രണ്ടെണ്ണത്തിന്റെ ഇടയിൽ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നു. ഇനി വി യൂസ് ബിറ്റ്വീൻ ടു ടോക്ക് അബൌട്ട് ഡ്യൂറേഷൻ പറയാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റിയുടെ, അതായത് നമ്മൾ സമയം പറയില്ലേ, ബിറ്റ്വീൻ 10 AM and 5 PM. ഒന്ന് നോക്കണം, അവിടെ ആൻഡ് ഉണ്ട്, അതാണ് നമ്മളെ ക്ലൂ. ബിറ്റ്വീൻ ദ ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 10 AM and 1 PM. ഇനി മുമ്പോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. PPs and PVs നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ, ആർഗ്യുമെന്റ് ബിറ്റ്വീൻ, ട്രീറ്റി ബിറ്റ്വീൻ. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം പറയാൻ വേണ്ടിയിട്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ A and B? ആർഗ്യുമെന്റ് ബിറ്റ്വീൻ, ഇഫ് there an argument between my daughter and her mother, ഇവിടെയൊക്കെ ആൻഡ് കണ്ടോ നിങ്ങൾ. പിന്നെ ട്രീറ്റി ബിറ്റ്വീൻ the two countries. ഓക്കെ, താങ്ക് യു. സു ദിസ് ടൈം ആരാ സ്റ്റേജിലേക്ക് വരിക? ജിൻസി ജോസ്, സോണിഷ. ഉണ്ടാതിരിക്കുകയാണ് സോണിഷ, ഇവിടെ വാ. സോണിഷ, സോണിഷ എന്റെ കുഞ്ഞാവ് ഉറങ്ങിയോ? ഇല്ല, തൊട്ടില്ല ആട്ടിക്കൊണ്ടിരിക്കണു. ആണോ? ശരി, ഓക്കെ. അപ്പൊ സോണിഷ ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? ഞാൻ വായിച്ചുതരാം, ആൻസർ പറഞ്ഞാൽ മതി. ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. ബിറ്റ്വീൻ ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. എന്തുകൊണ്ട് ബിറ്റ്വീൻ വന്നു? അവിടെ ആൻഡ് ഉണ്ട്. അതാണ് നോർമൽ കേസിൽ എല്ലാവരും ഇത് എന്ത് ചെയ്യും? ഇതില് തെറ്റായിട്ടാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം എന്താ, കുറെ ആൾക്കാരുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, സഹോദരി, അല്ലേ? പക്ഷെ ഇവിടെ ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ക്ലൂ ഉണ്ട്, ആൻഡ് ഉണ്ട്, അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത്, ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 10 AM dash 1 PM and 1 PM. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ 2013 പരീക്ഷയുടെ ചോദ്യമാണ്. ആൻഡ് ഇവിടെ ബിറ്റ്വീൻ ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. എന്താണ് നമ്മുടെ തെളിവ്? എന്താ ബിറ്റ്വീൻ? ആൻഡ് എന്ന്. ബിറ്റ്വീൻ കുത്ത് ആൻഡ്. ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ സാധാരണ ആൻഡ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ. ഇനി നമ്മളിത് അടുത്ത വേർഡ് എമങ് ആണ്. എമങ് എന്ന് പറഞ്ഞ ഇടയിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബിറ്റ്വീനും എമങ്ങും രണ്ട് ഇടയിലാണ്. കുറെ ആൾക്കാരുണ്ടെങ്കിൽ എമങ് ആണ് ഉപയോഗിക്കുന്നത്, ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞാണ്. സ്കിറിൽ ഹിറ്റ് എമങ് ദി ബ്രാഞ്ചസ്, അണ്ണാരക്കടൻ ചില്ലകൾക്കിടയിൽ മറഞ്ഞു. വി യൂസ് എമങ് ടു റെഫർ ടു മോർ ദാൻ 2 persons or things. രണ്ടിൽ കൂടുതൽ വസ്തുക്കളോ ആളുകളുണ്ടെങ്കിലാണ് നമ്മൾ എമങ് യൂസ് ചെയ്യുക. ദ പ്രൈസ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമങ് ദ വിന്നേഴ്സ്, വിജയികൾക്കിടയിൽ. എമങ് ദ ബ്രാഞ്ചസ്, യമങ് അസ്, നമുക്കിടയിൽ. അസ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ നമുക്കിടയിൽ. ഇതാണ് യമങ്ങിന്റെ ഉപയോഗം, അത്രയേ ഉള്ളൂ. ഇനി രണ്ടിൽ കൂടുതൽ വ്യക്തികളോ വസ്തുക്കളെയോ പ്രത്യേകം എടുത്തു പറയുമ്പോൾ യമങ്ങിന് പകരം ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. റഹീം ഈസ് സ്റ്റാൻഡിങ് യമങ് രാജു ആൻഡ് രാധ. ഇത് തെറ്റാണ്. റഹീം ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ രാജു ആൻഡ് രാധ. അതുപോലെ റഹീം ഈസ് സ്റ്റാൻഡിങ് എമംഗ് 3 children. തെറ്റാണ്. ബിറ്റ്വീൻ 3 children ആണ്. 3 കണ്ടോ, സംഖ്യ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ലസീദ, ആർ യു ഫ്രീ? ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ആൻസർ പറഞ്ഞേ.
Sachin is a great player among the world cricket players. യെസ് വെരി ഗുഡ്. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാറേ നേരത്തെ നമ്പർ പറഞ്ഞില്ലേ, ഇപ്പൊ 3, 4 അത് വരുമ്പോ ബിറ്റ്വീൻ തന്നെയാണ് അല്ലേ? ബിറ്റ്വീൻ, അതാണ് എല്ലാവരും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം. അതല്ലേ നമ്മള് സാധാരണ നോർമൽ യുക്തി വെച്ച് നോക്കുമ്പോൾ നമ്മൾ എമങ്ങാണ് ചിന്തിക്കുക, പക്ഷെ ബിറ്റ്വീൻ ആണ് വേണ്ടത്. അതാണ് ഗ്രാമർ കേട്ടോ. ഇവിടെ 10 players എന്നായിരുന്നെങ്കിൽ ബിറ്റ്വീൻ വരില്ലേ? 10 players എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ, സച്ചിൻ ഇസ് ഗ്രേറ്റ് പ്ലെയർ ഡാഷ് 10 players ആ ബിറ്റ്വീൻ. ഒരു കാരണം 10 ഉള്ളത് കൊണ്ട് സംഖ്യ പറയുന്നോണ്ട്. ഓക്കെ, സച്ചിന്റെ ചോദിച്ചു ബിറ്റ്വീൻ എവിടെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഓക്കെ, അങ്ങനെ നമ്പർ പറയുമ്പോൾ ബിറ്റ്വീൻ വരും കേട്ടോ. ഓക്കെ. Okay, let's see the next. I have a really good book dash all these books. ഇവിടെയും among തന്നെ. Good. അല്ലേ? All these books. ഈ പുസ്തകങ്ങൾക്കിടയിൽ കുറെ ബുക്കുകൾ ഉണ്ട് അതിന്റെ ഇടയിൽ അല്ലേ? Yes. Okay, thank you, thanks a lot. നമ്മൾ ഇനി അടുത്ത വേർഡിലേക്ക് പോവാണ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്നാണ്. അരികിൽ. പുറത്ത് എസ് ഇട്ട് ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുക. He sat down beside the fire. ഫയറിന്റെ തീയിന്റെ അരികിൽ ഇരുന്നു. We use beside to say next to എന്ന അർത്ഥത്തിൽ പറയാൻ, അല്ലെങ്കിൽ at the side of എന്ന അർത്ഥത്തിൽ അരികിൽ എന്ന് പറയാനാണ് നമ്മൾ beside ഉപയോഗിക്കുന്നത്. Beside. I sat beside him. She stood beside her father. She knelt beside the child. He sat down beside the fire. ഇനി beside is used in the sense of the compared with somebody or something. എന്തെങ്കിലും ഒരു വസ്തുവോ ആളുകളെ തമ്മിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് beside ഉപയോഗിക്കുന്നു. അതായത് മറ്റൊന്നിനെ അപേക്ഷിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട്. My score in the examination, പരീക്ഷയിൽ എൻ്റെ സ്കോർ is very poor, വളരെ പരിതാപകരമാണ്. beside yours, നിന്റേതിനെ അപേക്ഷിച്ച്. നിന്റേതിനെ അപേക്ഷിച്ച്, അപേക്ഷിച്ച്, നിന്റേതിനെ അപേക്ഷിച്ച്. അപ്പോൾ അപേക്ഷിച്ച് എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടി beside യൂസ് ചെയ്യുന്നു. beside. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് PPN PV ഒന്നും ബിസൈഡിനില്ല. അതുകൊണ്ട് PPPV പഠിക്കേണ്ടത് ഒരു വാക്കാണ് ബിസൈഡ്. അപ്പൊ ഞാൻ പ്രണവിനോട് ചോദിക്കാം. പ്രണവ് എന്റെ ആൻസർ പറ, ചോദ്യം വായിച്ചിട്ട്. beside. The building is beside dash the beside the river. റിവറിന്റെ അരികിലാണ് അല്ലെ. the building is dash the river. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ വേറൊരു പ്രൊപ്പോസൽ. ഡൗട്ട് ചോദിച്ചോട്ടെ, അത് റിവർ എന്ന് പറയുന്നത് ജീവനില്ല, ജീവനുള്ള അങ്ങനെ ഉണ്ടോ? ജീവനില്ലാത്ത, ജീവനുള്ള, സംബടി ഓർ സംതിങ് എന്നല്ലേ അതിൽ കാണിച്ചിരിക്കുന്നത്? അത് ഏതിന്റെ അത് ചോദിക്കുന്നത്? ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ, ദ ബിൽഡിംഗ് ഈസ് ഡാഷ് ദ റിവർ എന്ന് പറഞ്ഞത്. അവിടെ സംബടി സമ്മണൊന്നും വരില്ല. അല്ല, സംബടി ചോദിക്കാൻ കാരണം എന്താ? എവിടെയും പറഞ്ഞു ഞാൻ അങ്ങനെ ഇല്ലല്ലോ. മുൻപത്തെ സ്ലൈഡ് നോക്കി, മുൻപത്തെ സ്ലൈഡ്, മുൻപത്തെ തൊട്ട് മുൻപത്തെ ബാക്കിലത്തെ സ്ലൈഡ് ഇതാ. അത് കമ്പാരിസൺ നടത്താൻ വേണ്ടിട്ട് സംബടി ഓർ സംതിങ് കമ്പാരിസൺ നടത്തുമ്പോ. ഇപ്പത്തെ സംഭവം കമ്പാരിസൺ അല്ലല്ലോ. ഓക്കെ, ഇവിടെ വേറൊരു ആൻസർ വരും. ഓൺ വരും. ദ ബിൽഡിംഗ് ഇസ് ഓൺ ദി റിവർ. പുഴയുടെ അരികിൽ, ഓൺ ദി ലേക്ക്, ഓൺ ദി റിവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുഴയുടെ തീരത്ത് ആണ് ബിൽഡിംഗ് എങ്കിൽ the building is on the river, അല്ലെ the building is on the lake. അല്ല, ഓൺ എന്ന് വരുമ്പോ അതിന്റെ മേലെ എന്നല്ല അർത്ഥം വരുന്നത്. അങ്ങനെ വരാം, പക്ഷെ പുഴയുടെ അരികിൽ എന്ന അർത്ഥത്തിൽ ഓൺ യൂസ് ചെയ്യും. ഇന്ന് ഉപയോഗിക്കൂല. ഇന്നെന്ന് ഉപയോഗിച്ച വെള്ളത്തിലായി പോകും ബിൽഡിംഗ്. അതെ, ഉള്ളില്. അതെ, എക്രോസ് എന്നും പറയില്ല. എക്രോസ് കുറുകെ ആയി പോകും. അപ്പൊ നമ്മൾ പറയില്ലേ, ആ പുഴയുടെ കരയിലാണ് വീട്, പുഴക്കരയിൽ. അപ്പൊ നമ്മൾ രണ്ടെണ്ണം യൂസ് ചെയ്യാം. ഒന്നുകിൽ അരികെ എന്നുള്ളതിന് ബിസൈഡ്, അല്ലെങ്കിൽ ഓണും. രണ്ടും ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, യെസ്. ഇനി ഐ ഹേറ്റ്, പ്രണവേ, ഐ ഹേറ്റ് സിറ്റിംഗ് ഡാഷ് ഹർ. beside. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ?
എലോങ് വിത്ത് എന്നുണ്ടായിരുന്നെങ്കിൽ ഐ ഹേറ്റ് സിറ്റിംഗ് വിത്ത് ഹെർ. ആ ശരിയാണ്, വിത്ത്, എലോങ് വിത്ത്. അത് ഓക്കെ, ശരിയാണ്. അടുത്ത ഓക്കെ, 2 ചോദ്യമുള്ളൂ. ഇനി നമുക്ക് ബിസൈഡ്സിലേക്ക് വരാം. ഒരു എസ്സും കൂടി വരുമ്പോൾ സാധനം മാറി. ഇതിന്റെ അർത്ഥം എന്താ? മറ്റേതായിരിക്കും ഇത് കൂടാതെ. ബിസൈഡ്സ് വർക്കിംഗ് ആസ് എ ഡോക്ടർ ആയിട്ട് ജോലി ചെയ്യുന്നത് കൂടാതെ ഹി ഓൾസോ റൈറ്റ്സ് നോവൽസ് ഇൻ ഹിസ് സ്പെയർ ടൈം. അദ്ദേഹത്തിന്റെ ഫ്രീ ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നോവലും എഴുതുന്നുണ്ട്. വി യൂസ് ബിസൈഡ് ടു സേ ഇൻ അഡിഷൻ ടു. സോറി, ബിസൈഡ്സ് എന്നാണ് വിട്ടുണ്ട്. ബിസൈഡ്സ് നമ്മൾ ഇൻ അഡിഷൻ ടു, കൂടാതെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ബിസൈഡ്സ് മിൽക്ക് ആൻഡ് ബട്ടർ, മിൽക്കും ബട്ടറും കൂടാതെ. ബിസൈഡ്സ് ക്യാൻസർ കൂടാതെ. സ്മോക്കിംഗ് ക്യാൻ ലീഡ് ഓൺ ടു അതർ ഡിസീസസ്, സ്മോക്കിംഗ് മറ്റു ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നോ വൺ റൈറ്റ്സ് ടു മീ ബിസൈഡ്സ് യു, നീയല്ലാതെ എനിക്കാരും എഴുതാനില്ല. ഓക്കെ, ബിസൈഡ്സ് വർക്കിംഗ് ആസ് എ ഡോക്ടർ, അതിപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ജസീന, what is the answer of this question? Did you speak to anyone besides Karthika? Did you speak to, നീ ആരോട് സംസാരിച്ചോ? ബിസൈഡ്സ് കാർത്തികയെ കൂടാതെ. അടുത്ത ചോദ്യം, ഡാഷ് ലിറ്ററേച്ചർ വാട്ട് ഡിഡ് യു സ്റ്റഡി അറ്റ് യൂണിവേഴ്സിറ്റി? Besides literature, what did you study at university? Okay, thank you Jasina. Okay. Yes. ഇനി നമ്മൾ അടുത്ത് തീരാൻ പോവാട്ടോ, ബേജാറാവണ്ട, കഴിയാനായി. എബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറിച്ച് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഓൺ ദ സബ്ജക്ട് ഓഫ് സംബഡി സംതിങ് ഇൻ കണക്ഷൻ വിത്ത് സംബഡി സംതിങ്. അതായത് നമ്മൾ കുറിച്ച്, സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട് എന്നല്ല അതിന് അർത്ഥമുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് എബൌട്ട് ഇറ്റ് മോർ. ഇതിനെക്കുറിച്ച് എനിക്ക് ഇനി സംസാരിക്കേണ്ടതില്ല. വാട്ട് ഈസ് ഷീ സോ ആംഗ്രി അബൌട്ട്? എന്തുകൊണ്ടാണ് അവൾ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? ദർ ഇസ് സംതിങ് സ്ട്രേഞ്ച് അബൌട്ട് ഹിം. അവനുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, സ്ട്രേഞ്ച്. അപ്പൊ എബൌട്ട്, കുറിച്ച് എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്ത വേർഡാണ് എബൌട്ട്. ഇതിന് ചില PPs and PVs ഉണ്ട്. ബോദർ അബൌട്ട്, ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, വെറി അബൌട്ട്, കെയർലെസ് അബൌട്ട്, ഹാപ്പി അബൌട്ട്. ഓക്കെ, സോണിഷ, ഏതൊക്കെയാ നമ്മുടെ PPs and PVs എബൌട്ട് വെച്ചിട്ട്? Bothered about, optimistic about, worry about, careless about, happy about. വെരി ഗുഡ്, താങ്ക് യു. ഒന്ന് ബോദർ അബൌട്ട്, ഡോണ്ട് ബോദർ അബൌട്ട് മീ, എന്നെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടതാണ്. 2 ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, ഹിസ് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്. വെറി അബൌട്ട്, വളരെ ആകുലപ്പെട്ടെന്ന. ഡോണ്ട് വെറി അബൌട്ട് ഹിം, അവനെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല, ഹിസ് സേഫ്, അവൻ വളരെ സുരക്ഷിതനാണ്. ഇനി മൂന്നാമത്തെ കെയർലെസ് അബൌട്ട്, ഡോണ്ട് ബി സോ കെയർലെസ് അബൌട്ട്, ഇത്ര എന്താ പറയാ അശ്രദ്ധനാവാതെ. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? അബൌട്ട് വിത്ത് സ്പെല്ലിംഗ്. ഡോണ്ട് സോ കെയർലെസ് അബൌട്ട് സ്പെല്ലിംഗ്, അവിടെ വേണം വിത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഡോണ്ട് കെയർലെസ് വിത്ത് സ്പെല്ലിംഗ്, ഡോണ്ട് കെയർലെസ് അബൌട്ട് സ്പെല്ലിംഗ്. ഹാപ്പി അബൌട്ട്, ഐ ആം നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഐ എം എൻറ്റയർലി ഹാപ്പി അബൌട്ട് ദ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. 1, 2, 3, 4, 5 ഉണ്ട്. ഓക്കെ, ബോദർ അബൌട്ട്, ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, വെറി അബൌട്ട്, കെയർലെസ് അബൌട്ട്, ഹാപ്പി അബൌട്ട്. ലസിത, ഒന്ന് ആൻസർ പറഞ്ഞേ. Nothing to worry about, transfer. യെസ്, 2014 ഒരു ചോദ്യമാണ് LDCയില്. ദർ ഇസ് നത്തിങ് ടു വെറി അബൌട്ട്. LDC ബൈ ട്രാൻസ്ഫർ പരീക്ഷയുടെ പേരാട്ടോ. ദർ ഇസ് നത്തിങ് ടു വെറി അബൌട്ട്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Don't bother dash these trivial matters. Don't bother about these trivial matters. ബോദർ കണ്ടാ പിന്നെ ബോദർ അബൌട്ട്. വെറി അബൌട്ട്, ബോദർ അബൌട്ട്, അല്ലേ? സിമ്പിൾ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം പറഞ്ഞോട്ടെ, സാർ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് എഴുതുമ്പോഴും ഭയങ്കര ടെൻഷനാ. അതെന്താന്ന് വെച്ചാ ഞാൻ റിസർച്ച് ചെയ്യാണ് PhD. അപ്പൊ വിഷയം എന്താന്ന് വെച്ചാൽ എഴുതണ സമയത്ത് ഫുൾ സത്യത്തില് നിർബന്ധമൊന്നുമില്ല അത്രയ്ക്ക്, പക്ഷെ
എഴുതുമ്പോ നമുക്ക് ടെൻഷനാ, പ്രിപ്പോസിഷൻ കറക്റ്റ് ആണോ, ഗ്രാമർ കറക്റ്റ് ആണോ, അതെല്ലാം ശ്രദ്ധിച്ച് എഴുതുമായിരുന്നു. ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് അത് സാറ് പഠിപ്പിച്ചതിന് ശേഷം ഉണ്ടായതാട്ടോ. ഓക്കെ, മറ്റത് അങ്ങ് ഒരു ഇതിലങ്ങ് പോവായിരുന്നു അല്ലേ? അതെ അതെ, സത്യം. അതെ, എനിക്ക് തോന്നുന്നു അറിവില്ലായ്മയേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഇച്ചിരി അറിവുണ്ടെങ്കിലും. അത് ശരിയാ. ഇനി അത് നന്നായി പഠിക്കണം, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ അതെ അതെ, താങ്ക് യു സർ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വായിക്കുക കേട്ടോ. പണ്ട് സാറിന് ആർട്ടിക്കിൾസ് വായിക്കാറുണ്ടായിരുന്നു സാർ, ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന സമയത്ത്. ഞാൻ കണ്ടിട്ടുണ്ട് സാറിന്റെ ആർട്ടിക്കിൾസ്. ഓക്കെ, തീർച്ചയായിട്ടും സന്തോഷം. ഞാൻ ആ ഫീൽഡൊക്കെ വിട്ടിട്ട് കുറെ ആയിപ്പോ. അതെ അതെ, തീർച്ചയായിട്ടും. ആർട്ടിക്കിൾസ് ഒന്നും ഇപ്പൊ ഇല്ല, ഒരുപാട് വർഷമായി തോന്നുന്നു സാർ എഴുതിയിട്ട് അല്ലേ? ഒരുപാടായി, 5-6 വർഷമായി വിട്ട്. അതെ അതെ, നല്ല ആർട്ടിക്കിൾസ് ആയിരുന്നു അത്. ഓ തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. ശരി സാർ. ഓക്കെ, നമുക്കിനി അടുത്ത വേർഡിലേക്ക് പോവാം. എക്രോസ്. എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറുകെ എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം എക്രോസ്, കുറുകെ. എ സ്നേക്ക് സ്ലിതേഡ് എക്രോസ് ദ ഗ്രാസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ ഗ്രാസിന് കുറുകെ. സ്ലിതർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ എഴഞ്ഞു പോകില്ല, ക്രൗൾ. ഇംഗ്ലീഷിൽ വേറെ പറഞ്ഞ ക്രൗൾ എന്ന് പറയില്ല നമ്മള്. ക്രൗൾ, സ്ലിതർ, സ്ലിതർ. ഓക്കെ, സ്ലിതർ. ഓക്കെ, ക്രൗൾ. യെസ്. ഫ്രം വൺ സൈഡ് ടു ദ അതർ സൈഡ് ഓഫ് സംതിങ്. ഒരു അരികിൽ നിന്ന് മറ്റൊരു, പലരും കൺഫ്യൂഷനുള്ള വേർഡാണ് എക്രോസ്. ഇപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് വന്നിട്ടൊക്കെ ചിലർ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കുറുകെ, വിലങ്ങനെ, ഒരു അറ്റത്തുനിന്നും മറ്റൊരു അറ്റം വരെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് എക്രോസ് യൂസ് ചെയ്യുന്നത്. ഹി വാക്ക്ഡ് എക്രോസ് ദ ഫീൽഡ്. ഫീൽഡിന്റെ ഒരു അറ്റം ഒരു അറ്റം വരെ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഐ ഡ്രൂ എ ലൈൻ എക്രോസ് ദ പേജ്. പേജിന് കുറുകെ ഞാൻ വര വരച്ചു. ദ ബോയ് സ്വാം അക്രോസ് ദ ലേക്ക് എന്ന് പറഞ്ഞാൽ ലേക്കിന് കുറുകെ നീന്തി എന്നാണ്. എ സ്നേക്ക് സ്ലിതേഡ് അക്രോസ് ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിലൂടെ, പുല്ലിന്റെ കുറുകെ ഇഴഞ്ഞു എന്നാണ്. ഓൺ ദ അതർ സൈഡ് ഓഫ് സംതിങ്. ഇനി ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. അങ്ങേ പുറത്ത്, അങ്ങേ അറ്റത്ത് എന്നൊരർത്ഥമുണ്ട് ഇതിന്, എക്രോസിനെ. എല്ലാവരും മനസ്സിലായി, എക്രോസ് എന്ന് കേൾക്കുമ്പോൾ കുറുകെ ആയിരിക്കും. അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. ദ ബാങ്ക് ഇസ് ജസ്റ്റ് എക്രോസ് ദ സ്ട്രീറ്റ്. ബാങ്ക് എക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിന്റെ അങ്ങേ അറ്റത്താണ്. ഹിസ് ഹൗസ്, അവന്റെ വീട്, ഇസ് എക്രോസ് ദ റോഡ് എന്ന് പറഞ്ഞാൽ അവന്റെ വീട് റോഡിന്റെ കുറുകെയാണ് ഉണ്ടാക്കിയതാണോ? ഒരിക്കലുമല്ല. എക്രോസ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ആ റോഡിന്റെ അങ്ങേ അറ്റത്ത്. മൈ ടൗൺ ഇസ് ജസ്റ്റ് എക്രോസ് ദ റിവർ. ഇവിടെ എൻ്റെ ടൗൺ എന്ന് പറയുന്നത് പുഴയുടെ അപ്പുറത്താണ് എന്നർത്ഥം, ഈ അറ്റത്താണ്. ഇങ്ങനെയും ഉപയോഗിക്കാം. ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല, അഥവാ വന്നാൽ തെറ്റിക്കരുത്. ഇൻ എവരി പാർട്ട് ഓഫ് ദ പ്ലേസ്, ഗ്രൂപ്പ്, പീപ്പിൾ, എറ്റ്സെട്ര. ഉടനീളം എന്ന മലയാളം വാക്കിന് തുല്യമായി എക്രോസ് ഉപയോഗിക്കാം. എക്രോസ് ഇന്ത്യ, ഇന്ത്യയിലുടനീളം. ഹിസ് ഫാമിലി സ്കാറ്റേഡ് എക്രോസ് ദ കൺട്രി. രാജ്യത്തുടനീളം അവന്റെ കുടുംബങ്ങളിൽ നിന്ന് പരന്നു കിടക്കുകയാണ്. ദിസ് വ്യൂ ഇസ് കോമൺ എക്രോസ് ഓൾ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും പരന്നു കിടക്കുകയാണ്. ഷീ ഡാൻസ്ഡ് ആൻഡ് ട്വെൽഡ് എക്രോസ് ദ റൂം. റൂമിൽ മുഴുവനായിട്ട് ഡാൻസ് കളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അഗൈൻ. ഓക്കെ, ലസീത ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. The dog swam across the river. ഓക്കെ, കുറെയായോ ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്രയായി? ഹലോ, PhD സ്റ്റുഡന്റ് ആണല്ലോ പറഞ്ഞ ലസീത? അതെ അതെ, എന്റെ 4th ഇയർ കഴിഞ്ഞു. പക്ഷെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, റെസ്റ്റ് ആയതുകൊണ്ട് ലീവിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലണം തിരിച്ച്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തീർക്കട്ടെ കേട്ടോ. അതെ അതെ, തീർച്ചയായിട്ടും അതെ. പക്ഷെ ഈ ക്ലാസ് നല്ല അടിപൊളി കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക്സ്. കാരണം ഇങ്ങനെ ഇന്ററാക്ഷൻ ആവുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട്സ് അപ്പൊ ക്ലിയർ ചെയ്ത് പോവാം. അതിനുവേണ്ടിയാണ് ഈ ലൈവ് വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഈ ലൈവിനകത്ത് വരുന്നില്ല. അതെ അതെ, അതിപ്പോ ഇന്ന് എനിക്ക് ഓക്കെയാ, ഇന്ന് എന്റെ ബോഡി കണ്ടീഷൻ ഓക്കെയാ. അപ്പൊ എനിക്ക് ഇന്ന് കേറാൻ പറ്റും. പറയാൻ പറ്റില്ല ഓരോ ടൈമേ. അതെ അതെ അതെ. പക്ഷെ ഞാൻ ഫുൾ കാണും. ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ്. ബേസിക്കലി ബ്യൂട്ടിഫുൾ ആണ് ലാംഗ്വേജ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സന്തോഷം. ഓക്കെ, പ്രണവ് എന്താ സംശയം? ഓവർ വന്നൂടെ ഇവിടെ? ദ ഡോഗ് സ്വാം. ഓവർ പറ്റില്ല. ഓവർ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓവർ എന്ന് പറഞ്ഞാലും മുകളിൽ എന്നാണ് അർത്ഥം. മുകളിൽ അല്ലെങ്കിൽ മുകളിലൂടെ. കുറുകെ അർത്ഥം വന്നൂടെ ഓവറിന്? അല്ലെ അങ്ങനെ
അപ്പുറത്ത് എന്ന കറുത്തിൽ വന്നൂടെ? അപ്പുറത്ത്, അങ്ങേയറ്റം. ഇല്ല, അവിടെ സൂട്ടാവില്ല. കാരണം ഡോഗ് നീന്തി എന്നാ പറഞ്ഞത്. നീന്തി എന്ന് പറയുമ്പോ പുഴ കടന്നു, അപ്പുറത്ത് പുഴ കടന്നു എന്നല്ലേ? പുഴ കടന്നു. പുഴയിലൂടെയാണല്ലോ നീന്തുന്നത്, പുഴയിലൂടെയാണ്. അപ്പൊ സ്വാം എക്രോസ് എന്നാണ് പറയാ. പുഴ കുറുകെ നീന്തി. ഓക്കെ, സ്വാം ദാറ്റ് മീൻസ് ത്രൂ ദ റിവർ ആണല്ലോ, റിവറിലൂടെയാണ്. പക്ഷെ സ്വാം അക്രോസ് ദ റിവർ എന്ന് പറയുള്ളൂ. ഓവർ എന്ന് പറഞ്ഞാല് എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ നമ്മള് ഇതൊരു വസ്തുവാണ്, ഇതിന്റെ ഓവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഓവർ, ഓക്കെ, അതിന്റെ മുകളിലൂടെ, ഇതിന് തൊടുന്നില്ല. നമ്മൾ പാലം ഉണ്ടാക്കുന്ന എവിടെയാ? ഓവർ ദ ബ്രിഡ്ജ് ആണ്. അല്ല, ഓവർ ദ സീ ആണ്. സീയുടെ മുകളിലൂടെയാണ് നമ്മൾ, കാരണം സീല് ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ ചോദ്യം ചിലടത്ത് അക്രോസിന് ഒരു ഓവർ ഉപയോഗിക്കാമെന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഏതിലാ? എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു. ഈ നീന്തലുമായി ബന്ധപ്പെട്ട? അല്ലല്ല, അക്രോസിന് പകരമായിട്ട് ഓവർ ഉപയോഗിക്കാന്നുള്ളത്. ഉപയോഗിക്കാം, ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഈ ബ്രിഡ്ജ് പറയുമ്പോൾ ഓവർ അക്രോസ് ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായോ? ബ്രിഡ്ജ് കുറുകയാണല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ പുഴയുടെ കുറുകയാണല്ലോ ബ്രിഡ്ജ്. അക്രോസ് റിവർ, സെയിം ടൈം ഇറ്റ്സ് ഓവർ ദ ബ്രിഡ്ജ്, സോറി ഓവർ ദ റിവർ, ദ ബ്രിഡ്ജ് ഇസ് ഓവർ ദ റിവർ. മനസ്സിലായില്ലേ? അപ്പൊ കടലിന് മേലൊരു പാലം പണിതിട്ടുണ്ട് എന്നെങ്ങനെ പറയും? A bridge was built across the sea, over the sea. Okay. രണ്ടും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ ഇവിടെ സ്വാം എക്രോസ് സൂട്ട് ചേരുള്ളൂ. അപ്പൊ ഈ സ്വാം നീന്തുന്ന കാര്യം കൃത്യമായി ഓർത്തിരിക്കുക. സ്വാം എക്രോസ് റിവർ. അടുത്ത ചോദ്യത്തിന്റെ, ദ ഡോഗ് ലെഡ് ദ ബ്ലൈൻഡ് മാൻ ഡാഷ് ദ റോഡ്. പ്രണവ് എന്ന് പറഞ്ഞേ. അക്രോസ് ദ റോഡ്. അക്രോസ് ദ റോഡ്. റോഡിന് കുറുകെ അല്ല, ഒരു ബ്ലൈൻഡായ മനുഷ്യനെ ഡോഗ് റോഡ് കുറുകെ കടത്തി, ഇവിടെ അങ്ങോട്ട് കടത്തി. യെസ്, ഓക്കെ. ഇനി നമ്മൾ ഈ ഓവറും കൂടെ പഠിക്കുന്നതിന് കൂടിയിട്ട് ഇവിടെ ഏറെക്കുറെ തീരുമാനമാവും. ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എക്രോസും ഓവറും തമ്മിൽ ഏറെക്കുറെ അടുത്തിരിക്കുന്ന സംഗതിയാണ്. അതാണ് പ്രണവ് നേരത്തെ ചോദിച്ചത്. ഓവറും എക്രോസും ഉപയോഗത്തിൽ സാമ്യതയുള്ള രണ്ട് വാക്കുകളാണ്. കുറുകെ, വിലങ്ങനെ, ഒരറ്റത്തു നിന്നും മറ്റൊരറ്റം വരെ എന്നിങ്ങനെ ഓവർ പകരമായും എക്രോസ് ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, there is a bridge over the river. റിവറിന്റെ ഓവറായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. He went over the river by ferry boat. Electricity cables stretch over the fields. Across the field, over the field. Over the river, across the river. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. യെസ്. ഇനി ഓൺ ദി അതർ സൈഡ് ഓഫ് എന്ന രൂപത്തിലേക്ക് പറയാൻ സാധിക്കും. അങ്ങേപ്പുറത്ത്, അങ്ങേയറ്റത്ത് എന്ന അർത്ഥത്തിൽ എക്രോസിന് പകരമായിട്ട് ഉപയോഗിക്കാം. The bank is just over the street. His house is over the road. And my town is in just over the river. ടൗൺ ഓവർ റിവർ, അങ്ങേയറ്റത്താണ്. ഇതല്ലേ നേരത്തെ പ്രണവ് ചോദിച്ചേ? ആണെന്ന്. യെസ്, അങ്ങേയറ്റത്ത് എന്ന അർത്ഥത്തിലും. വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതൊരു അഡ്വാൻസ്ഡ് പോയിന്റ്. ഇത് പരീക്ഷയ്ക്കൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. വന്നാൽ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വന്നേക്കാം. We prefer over to talk about a movement to the other side of the something high. ഉയരത്തിലുള്ള ഒന്നിന്റെ കുറുകെ, മുകളിലൂടെ എന്ന അർത്ഥത്തിൽ ഓവർ ഉപയോഗിക്കുന്നു. He jumped over the wall. He jumped across the wall എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ തെറ്റാണ്. മുകളിലൂടെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ across യൂസ് ചെയ്യുന്നത് തെറ്റാണ്. He jumped over the wall, not across the wall. He is climbing over the fence, not across the fence. Okay. ഇനി during something, ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് we will discuss it over lunch. നമ്മളിത് ലഞ്ചിൻ്റെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
വി വിൽ ഡിസ്കസ് ഇറ്റ്. നമ്മളിത് ഡിസ്കസ് ചെയ്യും എപ്പോ? ഓവർ ലഞ്ച്, ലഞ്ചിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇത് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. ഷി ഹാസ് നോട്ട് ചേഞ്ച്ഡ് മച്ച് ഓവർ ദ ഇയേഴ്സ്. അപ്പൊ ആ ഒരു ഓവർ ദ ഇയേഴ്സ്, ആ കാലഘട്ടത്തിൽ അവൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓവർ ദ ഇയേഴ്സ്, ഓവർ ദ ലഞ്ച്, ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം അല്ല, ഓവർ ദ ലഞ്ച്. ഓക്കെ, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ലെറ്റസ് ഡിസ്കസ് ഓവർ എ കപ്പ് ഓഫ് ടീ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുക എന്നാണ്. ഓക്കെ, ഓവർ ലഞ്ച്, ഓവർ എ കപ്പ് ഓഫ് ടീ. അടുത്തത് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു സംതിങ്, എബൌട്ട് സംതിങ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഓവർ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോ യൂസ് ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഇത് കുറേ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, ഇത് സത്യത്തിൽ ഒരു പ്രോവർബ് കൂടിയാണ്. There was some kind of argument over the matter. ആ മാറ്ററുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് ചില സംവാദങ്ങൾ, ആർഗ്യുമെന്റ്സ്, വാദങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്കെ, സോണിഷ പറ്റുമെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. They will not have worries dash money. പ്രണവേ? ഓവർ. ആ, വെറീസ് ഓവർ മണി, പണവുമായി ബന്ധപ്പെട്ട്, സംഗതിയുമായി ബന്ധപ്പെട്ട് വേറെ വെറീസ് ഒന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വെറി അബൌട്ട് പഠിച്ചത് കൊണ്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെറീസ് എബൌട്ട് വരുമല്ലോ. അതെ, അല്ല, ദേ വിൽ നോട്ട് ഹാവ് വെറി. സോറി, എബൌട്ട് ഉണ്ടെങ്കിൽ എബൌട്ട് റെഡിയാണ്. വെറി എബൌട്ട് കേട്ടോ. ഇവിടെ എബൌട്ട് സൂട്ടാണ്. വെറി എബൌട്ട്. ഓക്കെ, പക്ഷെ ഇവിടെ മണിയുമായി ബന്ധപ്പെട്ട് എബൌട്ടിൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഓവർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട്. ഇനി ലെറ്റ്സ് സ്പ്രെഡ് ദ മാപ്പ് ഓൺ ദ ടേബിൾ ആൻഡ് ടോക്ക് ഇറ്റ് ഡാഷ്. ഓവർ. ഓവർ, ടോക്ക് ഓവർ അല്ലേ? ഓക്കെ, ടോക്ക് ഇറ്റ് ഓവർ. ലെറ്റ്സ് സ്പ്രെഡ് ദ മാപ്പ്. മാപ്പ് വിരിച്ചിട്ട് ഓൺ ദ ടേബിൾ നമ്മൾ മാപ്പ് വിരിച്ചിട്ട് ആൻഡ് ടോക്ക് ഇറ്റ് ഓവർ. ഓക്കെ, ഇനി ചില PPs ആൻഡ് PVs ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഗെറ്റ് ഓവർ, തരണം ചെയ്യുക. ഇത് ഒരു ഫ്രേസൽ വേർബ് കൂടിയാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻ ഗെറ്റ് ഓവർ ദിസ് ഡിഫിക്കൽട്ടി, നമുക്ക് ഈ ഡിഫിക്കൽട്ടിയെ തരണം ചെയ്യാൻ സാധിക്കുമോ? പിന്നെ ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുക. യുവർ മീനിങ് ഡിഡിൻ റിയലി ഗെറ്റ് അക്രോസ്. കമ്മ്യൂണിക്കേറ്റ്, ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. ശ്രദ്ധിക്കണം, ഇതും ഫ്രേസൽ വെർബിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. ഗെറ്റ് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ടോക്ക് ഓവർ, ഇതാണ് ഇപ്പം നിങ്ങളുടെ കണ്ട ചോദ്യം. എവിടെ ചോദ്യം? ടോക്ക് ഇറ്റ് ഓവർ. ടോക്ക് ഓവർ എന്നൊരു PV ആണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനെയാണ് ടോക്ക് ഓവർ, ചർച്ച ചെയ്യാം എന്ന അർത്ഥത്തിൽ ഓക്കെ പറയുന്നത്. ചർച്ച ചെയ്യുക, ടോക്ക് ഓവർ. ലെറ്റ്സ് ടോക്ക് ഓവർ കോഫി. ഇനി ഓവർ ദെയർ, വി കൻ സീ മൗണ്ട് ഫ്യൂജി ഓവർ ദെയർ. അവിടെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓവർ ദെയർ എന്ന് പറയാറുണ്ട്. അവിടെ ഓൾ ഓവർ, എല്ലാം അല്ലേ? ദ ഇങ്ക് സ്പിൽറ്റ് ഓൾ ഓവർ ദ ഡെസ്ക്, എല്ലായിടത്തും, ഓൾ ഓവർ. പിന്നെ കം ഓവർ എന്ന് പറയുന്നുണ്ട്. കം ഓവർ ഹിയർ ആൻഡ് ജോയിൻ us, ഇവിടെ വരൂ. അങ്ങനെ കം ഓവർ എന്ന് പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഗെറ്റ് ഓവർ, ഗെറ്റ് അക്രോസ്, ടോക്ക് ഓവർ, ഓവർ ദെയർ, ഓൾ ഓവർ, കം ഓവർ. കഴിഞ്ഞു. ഈ പരിപാടി കഴിഞ്ഞു. മൊത്തം ഇത്രയും പ്രപ്പോസിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഇന്നും, ഓണും, അറ്റും, ബൈയും കൃത്യമായി പഠിച്ചിരിക്കുക. വെള്ളം പോലെ ഏറ്റവും കൂടുതൽ ചോദ്യം അവിടെ നിന്ന് വരിക. പിന്നെ ഈ പറഞ്ഞതെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇനി നിങ്ങളിതെല്ലാം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം. സോണിഷ വാ, വളരെ പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ.
If you do not comply dash the traffic regulations, you will get dash trouble, dash the police. If you do not comply with the traffic regulations, you will get into trouble with the police. Yes, very good. Option A ആണ് ശരി. എല്ലാ ഭാഗവും വെച്ചുകൊണ്ടുള്ള റിവിഷൻ ആണ്. ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ കാണേണ്ടി വരും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വേഗം പറഞ്ഞോ പ്രണവേ. ബോഡി പാർട്സ് പറയുമ്പോ ഫുട്ട് ഓൺ. ഓക്കെ, ലത ഹാസ് ട്രബിൾ ഡാഷ് റിമെമ്പറിംഗ് പീപ്പിൾസ് നെയിംസ്. വേഗം പറഞ്ഞോ. ട്രബിൾ വിത്ത്. വെരി ഗുഡ്. അടുത്തത് ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോഴ്സ്. ടേക്ക് റിവെഞ്ച് ഓൺ. എന്താണ് PP? എന്താ ടേക്ക് റിവെഞ്ച് ഓൺ, ഓർമ്മല്ലേ? അടുത്തത് ടീച്ചർ ഈസ് പോപ്പുലർ ഡാഷ് ഹിസ് സ്റ്റുഡൻസ്. Popular with. Are you afraid of him? Afraid of. You should sympathize dash the blind. Sympathize with. You should sympathize with the blind. Sympathize with. Rahul is senior dash all other colleagues. Senior 2. Senior 2, junior 2, senior 2. ഓർമ്മല്ലേ? Yes. She was not acquainted dash the foreign language. പരിചയപ്പെടുക. Acquainted with പരിചയപ്പെടുക. Okay. Yes. Fill in the blanks with the suitable option. I have been staying here dash 2005. Since. ഒരു point of time പറയാൻ since. Okay. Next, Jessina. Use the appropriate preposition in the blank. The situation is rather difficult to deal with. In comparison, dash Madhya Pradesh, Kerala is a small state. In comparison with. അപേക്ഷിച്ച് എന്നുള്ള അർത്ഥത്തിൽ കമ്പാരിസൺ നടത്തും. In comparison with. അടുത്ത രാജീവ് is always obsessed with money. Obsessed with money. Obsessed with. The baby was shivering dash called. Shivering with. Okay, I am familiar dash this locality. I am familiar with. Okay, thank you. Next, Lasida. സാറേ ഞാനൊന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ടില്ല, ഇതൊരു ടെൻഷൻ ഉണ്ട്. No problem. You just tie yourself. Okay. The man jumped dash the pond. Into the pond അല്ലേ? Jumped into the pond. Peer pressure is strong dash young people. Peer pressure is strong dash young peopleസിന്റെ ഇടയിൽ അല്ലേ പിയർ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. among young peopleസിന്റെ ഇടയിൽ. Good. She sat down dash the fire. He sat down beside. 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 Option D. Very good. They sat beside. Don't pry dash other people's secrets. Peep into, pry into. Peep into, pry into. Very good. Excellent. Peep into, pry into. The old man shared his property dash his wife, his son and his sister. Between. And ഉണ്ട് അവിടെ. Between. ഇവിടെ and ഉണ്ട്. Good. അമ്പ എന്നിട്ടാണോ പറയുന്നത്? നല്ല ഓർമ്മയില്ലല്ലോ. അല്ല ഓർമ്മയില്ല സത്യമാണ് ഞാൻ പറയുന്നത്. Sachin is a great player dash the world cricket players. അവിടെ among ആണ്. Okay. Thanks a lot. So next. Thank you sir. Thank you. Okay, Pranava. I hate sitting dash her. Beside her. Okay. There is no one here dash Raju and me. Beside. Raju ഞാനും അല്ലാതെ. Besides. We thought dash the matter. About. തോട്ടിന്റെ കൂടെ രണ്ടെണ്ണം വരും. ഒന്നുകിൽ about അല്ലെങ്കിൽ off. Okay. Off with. Thought of.
തോട്ട് എബൌട്ട് അല്ലെങ്കിൽ തോട്ട് ഓഫ്. Think തിങ്ക് of. ഓഫ് എന്ന് പറയില്ലേ, തിങ്കിന്റെ പാസ്റ്റ് ആണല്ലോ. Thought. ഷീ ഈസ് നോട്ട് ഒപ്റ്റിമിസ്റ്റിക് ഡാഷ് ദ ഔട്ട്കം. Optimistic about. Optimistic about. He has been working there dash 1998 Things. since. There is nothing to worry dash. Very on കൊണ്ട് ഉപയോഗിക്കാലോ ആണെങ്കിൽ very about. ഓൺ പറ്റില്ല, ഓൺ ഇവിടെ പറ്റില്ല. എന്താണ്? Okay. There is nothing to worry about. Worry about. Worry കണ്ട about കേട്ടോ. Okay. Fill in the blanks with the suitable person. I have been staying here Things. since. Fill in the blanks with the suitable persons. I have been staying here Things. since. All rivers run dash the sea. Into the sea. Into the sea. Okay. അപ്പോൾ ഈ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇന്ന് നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. Thank you, sir. Thank you, sir.